പുതിയ ആദായനികുതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ലോക്സഭയിൽ പുതിയ ആദായനികുതി ബിൽ അവതരിപ്പിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. 1961 നിലവിലുള്ള ആദായനികുതി നിയമം ലളിതമാക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനുമാണ് പുതിയ ബിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നികുതിദായകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ബില്ലിലെ വ്യവസ്ഥകൾ ലളിതമാക്കിയിട്ടുണ്ട്. 1961 നിയമത്തിൽ 298 വകുപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നീട് നിരവധി ഭേദഗതികൾ കാലാകാലങ്ങളിലായി വരുത്തിയിരുന്നു. ഇത് നികുതിദായകർക്ക് സങ്കീർണമാക്കി. നിലവിലെ നിയമം ലളിതമാക്കുന്നതിനാണ് പുതിയ ആദായനികുതി ബിൽ അവതരിപ്പിച്ചത്. ഇതിൽ 536 വിഭാഗങ്ങളും 23 അധ്യായങ്ങളും 622 പേജുകളിലായി 16 ഷെഡ്യൂളുകളും ഉണ്ടാകും. പുതിയ നികുതി നിർദ്ദേശങ്ങൾ ബില്ലിലില്ല. കൂടാതെ നികുതിദായകരുടെ അവകാശങ്ങളും കടമകളും വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു പുതിയ വിഭാഗവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സങ്കീർണമായ നിയമപരമായ പദങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. അസസ്മെന്റ് ഇയർ എന്ന പദത്തിന് പകരമായി ടാക്സ് ഇയർ എന്ന പദം അവതരിപ്പിച്ചതും വലിയ മാറ്റമാണ്. വെർച്വൽ ഡിജിറ്റൽ ആസ്തികൾ, ക്രിപ്റ്റോ ആസ്തികൾ എന്നിവയിൽ കൂടുതൽ വ്യക്തത വരുത്താനും പുതിയ ബില്ലിൽ ശ്രമിച്ചിട്ടുണ്ട്. വ്യക്തിഗത ആദായനികുതി, കോർപ്പറേറ്റ് നികുതി, സെക്യൂരിറ്റി ഇടപാട് നികുതി, സമ്മാന നികുതി എന്നിവയ്ക്കെല്ലാം വ്യത്യസ്ത വ്യവസ്ഥകളായിരിക്കും. അപ്രസക്തമായ ഭേദഗതികളും വകുപ്പുകളും ഒഴിവാക്കിയിട്ടുണ്ട്. 2026 ഏപ്രിൽ 1 മുതലായിരിക്കും പുതിയ നിയമം നടപ്പാക്കുക. പഴയ നിയമം പൗരന്മാർക്കുമേൽ അമിത ഭാരമേൽപ്പിക്കുകയും ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്തു എന്ന് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഇത് നികുതി ഭരണത്തിൻ്റെ കാര്യക്ഷമതയെ ബാധിച്ചു. ഒപ്പം നികുതിദാതാക്കളുടെ ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്തുവെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. പുതിയ ആദായനികുതി ബിൽ പുതുതായി രൂപീകരിച്ച സെലക്ട് ഹൗസ് കമ്മിറ്റിക്ക് അയക്കണമെന്നും നിർമ്മലാ സീതാരാമൻ നിർദ്ദേശിച്ചു. കമ്മിറ്റിയെ സംബന്ധിച്ച നിബന്ധനകളും വ്യവസ്ഥകളും സ്പീക്കർ ഓം ബിർള തീരുമാനിക്കും. അതേസമയം പ്രതിപക്ഷം ബിൽ അവതരണത്തിനിടെ പ്രതിഷേധമുയർത്തി. NK പ്രേമചന്ദ്രൻ ബില്ലിനെ എതിർത്തു. എന്നാൽ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം NK പ്രേമചന്ദ്രൻ മനസ്സിലാക്കണമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. 1961 നിയമത്തിലെ 4000-ഓളം ഭേദഗതികൾ വന്നു എന്നും അവർ ചൂണ്ടിക്കാട്ടി. പുതിയ നികുതി ബില്ലിലെ മാറ്റങ്ങൾ മെക്കാനിക്കലാണെന്ന് തൃണമൂൽ MP സൗഗത റേ കുറ്റപ്പെടുത്തി. എന്നാൽ അവ യാന്ത്രികമല്ല എന്നും കാര്യമായ മാറ്റങ്ങൾ തന്നെ ബില്ലിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുമായിരുന്നു നിർമ്മലാ സീതാരാമൻ്റെ മറുപടി.